ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഇരുട്ടിനെ, അന്ധകാരത്തെ അകറ്റുന്നു, സർവപാപങ്ങളെയും അകറ്റുന്നു ആ ഭാസ്കരനെ, സൂര്യഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നവഗ്രഹത്തിൽ ജപാകുസുമ സങ്കാശം എന്ന ഈ ആദ്യത്തെ ശ്ലോകം ആദ്യത്തിൻ്റെ പ്രാർത്ഥന ശ്ലോകമാകുന്നു. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മിഥുന മാസത്തിൽ നിന്നും മിഥുനം 32-ാം തീയതി 32 ദിവസം കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുകയാണ്. ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന സൂര്യൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ സൂര്യൻ 1201 മിഥുനമാസം 32-ാം തീയതി വ്യാഴാഴ്ച, അതായത് 2026 ജൂലൈ മാസം 16-ാം തീയതി രാത്രി 11:40 കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ കർക്കിടകത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഭാനോ കുളീരേ തീഷ്ണോസ്വഹ പരകാര്യകൃത് ശ്രമപഥ ക്ലേശൈശ്ച സംയുജ്യതേ. കുളീരേ, കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ തീഷ്ണ, താൻ തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കും. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ, ധനമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക വിഷയത്തിലേക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിത്തം കുറയുക, ശ്രമവധ ക്ലേശൈഹി സംയുജ്യത, വളരെയധികം ശ്രമം, യജ്ഞങ്ങൾ, വധക്ലേശങ്ങൾ, ഇതൊക്കെ തന്നെ കർക്കിടകത്തിലെ സൂര്യൻ പ്രദാനം ചെയ്യും. നല്ലൊരു ഫലമാണോ? നല്ല ഫലമല്ല. ഇവിടെ നാം ശ്രദ്ധിക്കണം, സൂര്യൻ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉത്തരായണത്തിലെ സൂര്യൻ ബലവാനാണ്. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസങ്ങളാണ് ഉത്തരായന മാസം. കർക്കിടകം മുതൽ ധനു വരെയുള്ള 6 മാസങ്ങളാണ് ദക്ഷിണായന മാസം. ദക്ഷിണായനത്തിൽ സൂര്യൻ ദുർബലമാണ്. ഈ കർക്കിടക മാസത്തിലാണ് അങ്ങേയറ്റം വറുതിയുടെ, ക്ലേശങ്ങളുടെ, പ്രയാസങ്ങളുടെയൊക്കെ കർക്കിടക മാസ പിറവി. നാം പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന ഏറ്റവും മഹത്തായ പിതൃക്കളെ സന്തോഷിപ്പിച്ച് അവരെ സ്വർഗലോകത്തിലേക്ക് അയക്കുന്ന മാസമാണ് കർക്കിടക മാസം. അപ്രകാരം തന്നെ വറുതിയുടെ മാസമാണ്. ധാരാളം ക്ലേശങ്ങളും പ്രശ്നങ്ങളും കർക്കിടക മാസത്തിൽ സംഭാവ്യമാണ്. അതിനാൽ സൂര്യൻ്റെ കർക്കിടക രാശിയിലുള്ള ആശ്രയഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന അത്ര ഗുണമല്ല. അനാവശ്യമായ വീറും വൈരാഗ്യവും വാശിയുമൊക്കെ പ്രകടിപ്പിക്കുക, തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത കഠിനാധ്വാനത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുക, ധനപരമായ വിഷയത്തിൽ അപൂർണത ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കുന്ന മാസമാണ് കർക്കിടക മാസം. അതിനാൽ വളരെ ജാഗ്രത ഈ കർക്കിടക മാസക്കാലം പുലർത്തേണ്ടിയിരിക്കുന്നു എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ കർക്കിടക മാസത്തിലുള്ള ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യുന്നു. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ഫലങ്ങൾ ശ്രദ്ധിക്കാം. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങളിൽ നിന്ന് 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് കർക്കിടക രാശിയിൽ തന്നെയാണ്. കർക്കിടക രാശിക്കാർക്ക് സൂര്യൻ 2ാം ഭാവത്തിൻ്റെ അവരുടെ കുടുംബം, ധനം, വാക്ക്, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ്. ഈ വാക്കിൻ്റെ അധിപനായ സൂര്യൻ നിൽക്കുന്നത് ലഗ്നത്തിൽ തന്നെയാണ്. സൂര്യൻ ശുഭഗ്രഹമല്ല, പാപഗ്രഹമാണ്. പാപഗ്രഹങ്ങൾ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഫലം തന്നെ എന്താണ്? പാപേ ലഗ്നഗതയെ പരാജയ ശിരോരുഖ്. ലഗ്നത്തിൽ പാപഗ്രഹം വരുമ്പോൾ പരാജയങ്ങളുണ്ടാകുന്നു. ശിരോരുഖ്, ശിരസ് സംബന്ധിച്ച രോഗങ്ങൾ. ശിരസ് എന്നാൽ ഊർധ്വാംഗമാണ്, ശിരഹ, ശിരസ്സുമായി ബന്ധപ്പെടുന്ന രോഗങ്ങളെല്ലാം തന്നെ. ദുഃഖദുഷ്കീർത്തിയ, ദുഃഖങ്ങളുണ്ടാകും, ദുഷ്കീർത്തികളുണ്ടാകും, പേരുദോഷങ്ങളുണ്ടാകും. വ്യാധ്യാദീനി, രോഗാദി അവസ്ഥകൾ ശ്രദ്ധിക്കണം. ഇതര ക്രിയാഭികം,
തൻ്റെ സ്വന്തം കർത്തവ്യം ഒക്കെ മതിയാക്കി മറ്റ് ചില കർമ്മങ്ങളിൽ അക്കരെ പച്ച കണ്ട് അവിടെയാണ് ലാഭം എന്ന് പ്രതീക്ഷിക്കുന്ന പല കർമ്മങ്ങൾക്കും ഫലം കുറയും. സ്ഥാനച്യുതിയും തൻ്റെ പൊസിഷൻ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനത്തിന് ച്യുതി സംഭവിക്കുക, ആപത്തുകൾ ഉണ്ടാവുക. ഇവിടെ നല്ലൊരു അനുകൂലമായ ഫലമല്ല ലഗ്നത്തിൽ കർക്കിടക രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ പലപ്പോഴും പല തീരുമാനങ്ങളും എടുത്ത് ബുദ്ധിമുട്ടുകൾ വരിക. അതിനാൽ വളരെ ജാഗ്രത ഈ ഒരു മാസക്കാലം കർക്കിടക രാശിക്കാർ ശ്രദ്ധിക്കണം. ശൂരസ്തബ്ധോ വികലനയനോ നിർഗൃണ അർക്കേതനുസ്തേ. സൂര്യലഗ്നത്തിൽ നിൽക്കുമ്പോൾ ശൗര്യം പ്രകടിപ്പിക്കും. പലപ്പോഴും പല കാര്യങ്ങളിലും ഓവർ എക്സൈറ്റഡ് ആകും, തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുകൾ വരും. വികലനയന, കണ്ണുകൾക്ക് വൈകല്യം വരും. അങ്ങനെയുള്ള ഫലങ്ങളാണ് ദുർബലമായ സൂര്യൻ ലഗ്നത്തിൽ അല്ലെങ്കിൽ രാശിയിൽ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചമത്കാരി എന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: തനുസ്തോരവിസ് തുങ്ക ഇഷ്ടിം വിധത്തെ. ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ താനൊരു വലിയ വടി പിടിക്കുമെന്നാണ്. വടി അധികാരത്തെ സൂചിപ്പിക്കുന്നു. പക്ഷെ മേടൻ രാശിയെ സംബന്ധിച്ചോളം ദുർബലമായ സൂര്യൻ പലപ്പോഴും ശാരീരികമായ അവശതകളെ ശ്രദ്ധിക്കണം. മൂലാധാരം, ശരീരത്തിൽ റൂട്ട് ചക്ര അല്ലെങ്കിൽ മൂലാധാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ് സൂര്യൻ. പലപ്പോഴും ബാലൻസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് വടിപിടിക്കൽ തന്നെയാണ്. മനസ്സന്തമേ ധാരതായാതവർക്ക്, തൻ്റെ ഭാര്യയെയും ബന്ധുക്കളെയും ഓർത്ത് മനസ്സ് തപിച്ചുകൊണ്ടിരിക്കും. സന്തപേത് സമ്യക് തപേത്, അങ്ങേറ്റം ദുഃഖിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വവു പീഡ്യതയെ, തൻ്റെ ശരീരം പീഡിപ്പിക്കപ്പെടും. വാദവിത്തേഹി, വാദവിത്തങ്ങളാൽ തൻ്റെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ വരും. സവൈ പര്യടൻ, അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ആ യാത്രയിൽ ഹ്രാസവൃദ്ധി പ്രയാതി, ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. ഇവിടെ ഭാഗ്യാധിപനായ വ്യാഴം സൂര്യനോട് കൂടെയുണ്ട്. അതൊരു വലിയ പോസിറ്റീവായ കാര്യമാണ്. വെറും സൂര്യനല്ല, അവിടെ വ്യാഴത്തിന് മൗഢ്യമുണ്ട്. എങ്കിലും ആ സൂര്യനും വ്യാഴവും കൂടി വരുമ്പോൾ പല കാര്യങ്ങളിലും ആ ജന്മവ്യാഴത്തിന് സൂര്യൻ്റെ യോഗം ചില കാര്യങ്ങൾക്കൊക്കെ നന്മകളൊക്കെ വരാം. ശ്രദ്ധിക്കണമെന്ന് മാത്രം. വാഹന വിഷയം ശ്രദ്ധിക്കുക, രാത്രി യാത്ര ശ്രദ്ധിക്കണം, അതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ ശ്രദ്ധിക്കുക. ദുഷ്കൃതികൾക്കൊന്നും പോകരുത്, വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടരുത്. പലപ്പോഴും നല്ല പ്രജ്ഞയോടുകൂടി പ്രാജ്ഞനായി മുന്നോട്ട് നീങ്ങുക. ഓവറായ എക്സൈറ്റ്മെൻറ്റ്, ഉത്കണ്ഠ, അത് രോഗത്തിലേക്ക് നയിക്കാതെ നോക്കണം. പെട്ടെന്ന് ശാരീരികമായിട്ട് BP, കൊളസ്ട്രോൾ ഇതൊക്കെ കൂടും ഈ ഒരു മാസക്കാലം. അതിനാൽ ആരോഗ്യവിഷയം ശ്രദ്ധിക്കുക. നന്നായി നല്ല വൃത്തിയിലൊരു മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. അപ്പോൾ ശാരീരികമായ ദോഷങ്ങൾക്ക് വലിയൊരു പരിഹാരം ഒക്കെ ഈ ഒരു മാസക്കാലം ഉണ്ടാകട്ടെ. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും അപ്രകാരം തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം, കൂവളമാല, ജലധാര ഒക്കെ വഴിപാടെ സമർപ്പിക്കുക. ആദിത്യ ഹൃദയം ജപിക്കുക. ഒരു പരിധിവരെ നിങ്ങളുടെ ക്ലേശങ്ങൾക്ക് പരിഹാരമാകും. നന്ദി, നമസ്തേ.